ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം സഹപ്രവർത്തകർക്ക് സഹായനിധി വിതരണം ചെയ്തു. അധ്യാപികയും കവയിത്രിയുമായ സൽമ ശ്യാം ഉദ്ഘാടനം നിർവഹിച്ചു. രാപ്പകലില്ലാതെ യാത്രക്കാരുമായി പായുന്ന ജീവനക്കാർക്ക് ആരോഗ്യം നഷ്ടമായാൽ ആരും സഹായത്തിനുണ്ടാവില്ല. ഇത് തിരിച്ചറിഞ്ഞാണ് ബസ് ജീവനക്കാർ വാട്സാപ്പ് കൂട്ടായ്മ ആരംഭിച്ചത്. കട്ടപ്പനയുടെ കുടിയേറ്റ കാലം മുതലുള്ള ജീവനക്കാരെ കണ്ടുപിടിച്ച് അംഗങ്ങളാക്കി. കൂട്ടായ്മയിലൂടെ സമാഹരിച്ച തുകയാണ് ഏറ്റവും അർഹതയുള്ള ജീവനക്കാർക്ക് വിതരണം ചെയ്തത്. കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ധനസഹായം വിതരണം ചെയ്തു. അധ്യാപികയും കവയിത്രിയുമായ ശ്രീമതി സൽമാൻ ശ്യാം യോഗം ഉദ്ഘാടനം ചെയ്യുകയും ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥാവിശേഷമാണ് നിലവിലുള്ളത്. അത് നമ്മുടെ ജീവിതം വഴിമുട്ടുമ്പോൾ മാത്രമല്ല നമുക്ക് മനസ്സിലാവുക. നമ്മുടെ മക്കളുടെ ഒരു അഡ്മിഷന് വേണ്ടി, ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി, വീടിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് ലോണിന് അപേക്ഷിക്കുമ്പോൾ, അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ സ്വാധീനമുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ആ മുൻഗണന നമ്മെ വിഷമിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെയും കൂട്ടായ്മയോട് സഹകരിച്ച് രക്തദാനം നടത്തിയ കുമാരി അശ്വിനി ചെറിയാൻ, കട്ടപ്പനയിലെ ചുമട്ടുതൊഴിലാളികളായ ജോമോൻ ജോസഫ്, ബിനു KS എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന ബസ് ഓണേഴ്സ് ഓപ്പറേറ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി ഷാജി മാത്യു, മധുസൂദനൻ നായർ, സി മോൻസി, ബാബു TU എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.